ഹലോ, ഇന്ന് എല്ലാവർക്കും ഒരേപോലെ വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചെറുപയർ റെസിപ്പിയാണ് കേട്ടോ. അതിന് തന്നെ ഒരു കപ്പ് ചെറുപയർ എടുക്കാം കേട്ടോ. അത് നമുക്കൊരു വേറെ ബൗളിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് തലേ ദിവസം വേണമെങ്കിൽ കുതിർത്ത് വെക്കാം. കറി വെക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് വേണമെങ്കിൽ കുതിർത്ത് വെക്കാം കേട്ടോ. ഞാൻ പക്ഷേ കുതിർത്ത് വെക്കാണ്ടാണ് കറി വെക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി മാറ്റി വെക്കാം കേട്ടോ. ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചേക്കണ പയറിടുക. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വേറെ വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു 8-9 വിസിൽ കേൾപ്പിച്ചായിരുന്നു. തലേ ദിവസം വെക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു വിസിൽ 2 വിസിലൊക്കെ മതി കേട്ടോ. വിസിലൊക്കെ വന്ന് നമുക്ക് കുക്കർ മാറ്റി വയ്ക്കാം. ഒരു ജാർ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 8 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാം. ആ ജാറൊന്ന് ചുറ്റിച്ച് എടുത്ത വെള്ളമാണ് കേട്ടോ അവിടെ മാറ്റി വെച്ചേക്കുന്നത്. ഒരു ചീനച്ചട്ടി വെക്കുക. ചീനച്ചട്ടിയോ മൺചട്ടിയോ ഏത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ചട്ടി വെക്കുക. 6 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇടുക. അത് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് ഒന്ന് കളർ മാറി വരുമ്പോൾ തന്നെ നമുക്ക് വേപ്പിലിടാം. വേപ്പിലിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് തന്നാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ വേവിച്ച് വെച്ചേക്കണ പയറില്ലേ അത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ആ വെളിച്ചെണ്ണയുടെയൊക്കെ ഇതിറങ്ങുമ്പില്ലേ പയറിനൊരു പ്രത്യേക രുചിയാണ്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചേക്കണ തേങ്ങ അരച്ചതില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിലെനിക്ക് ഉപ്പ് ഇച്ചിരി കുറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ പിന്നെയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഈ പയറുണ്ടല്ലോ അത് ഒരുപാട് വേവിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോരനായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഇത് 2 കറിയായിട്ടും നമുക്ക് വയ്ക്കാം. ചാറായിട്ടും വയ്ക്കാം, തോരനായിട്ടും വയ്ക്കാം. ഇത് അപ്പത്തിൻ്റെയും കൂടെയും പുട്ടിൻ്റെയും കൂടെയും ചോറിൻ്റെയും കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ പോണ അടിപൊളി ഒരു കറിയാണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. നല്ല സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും